ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ മില്ലറ്റ് സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് രഞ്ജന. ഇന്ന് ലോകത്തിന് ആരോഗ്യ സുരക്ഷ പ്രദാനം ചെയ്യുന്നത് ചെറുധാന്യങ്ങളാണ്. ചെറുധാന്യങ്ങളുടെ പട്ടികയിൽ വരുന്ന പ്രധാനപ്പെട്ട മില്ലറ്റാണ് റാഗി അഥവാ ഫിംഗർ മില്ലറ്റ്. റാഗിയിലൂടെ എങ്ങനെ നമുക്ക് ആരോഗ്യ സുരക്ഷ കൈവരിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോട്ട് കിടക്കാം. കുവരക്, പഞ്ഞപ്പുല്ല്, മുത്താറി തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്ന ചെറുധാന്യമാണ് റാഗി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മില്ലറ്റാണ്. കാരണം ജനിച്ച കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് ശേഷം കൊടുക്കുന്ന ആദ്യത്തെ ഭക്ഷണമാണ് റാഗി എന്ന് പറയുന്നത്. റാഗിയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞിന്റെ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് നല്ലതാണ്. വൈറ്റമിൻ ഡി കൂടാതെ ധാരാളം പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം, സിങ്ക്, അയൺ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് തുടങ്ങിയവയിൽ സമൃദ്ധമാണ് റാഗി. അരിയിലും ഗോതമ്പിലും അടങ്ങുന്ന അത്രയും തന്നെ അന്നജം, അതായത് 81.5% അന്നജം റാഗിയിലും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ റാഗിയിൽ അടങ്ങിയിരിക്കുന്ന അന്നജം ശരീരത്തിൽ ദഹിക്കാൻ പാകത്തിലുള്ളവയാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹത്തിനും കുടൽ രോഗങ്ങളെ ശമനത്തിനും റാഗി ഗുണം ചെയ്യുന്നു. റാഗിയിൽ കാൽഷ്യം ഉയർന്ന തോതിലുള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഇന്ന് സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ല് തേയ്മാനം. അപ്പോൾ എല്ല് തേയ്മാനം പരിഹരിക്കാനും റാഗി കഴിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉയർന്ന തോതിലുള്ള ഒരു ധാന്യമാണ് റാഗി എന്ന് പറയുന്നത്. റാഗിയുടെ തവിടിൽ പോളിഫിനോളുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവ രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുകയും അതോടൊപ്പം ബാക്ടീരിയ, പൂപ്പൽ തുടങ്ങിയ വരാതെ തടയുകയും ചെയ്യുന്നു. അതായത് സംഭരണശേഷിയുള്ള ഒരു ധാന്യമാണ് റാഗി എന്ന് പറയുന്നത്. ഫൈബർ റിച്ച് ആയിട്ടുള്ള മില്ലറ്റാണ് റാഗി എന്ന് പറയുന്നത്. ഉയർന്ന തോതിലുള്ള നാരുകൾ ഉള്ളത് കൊണ്ട് തന്നെ കുടലിന്റെ വിസർജന പ്രവർത്തനത്തിന് ഏറെ സഹായകമാണ്. കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തില് ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുന്നത് നാരുകളുടെ സാന്നിധ്യമാണ്. അപ്പൊ ഇത്തരത്തിൽ നാരുകൾ ഉയർന്ന തോതിലുള്ളത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാനും നാം കഴിക്കുന്ന ഭക്ഷണം മലദ്വാരത്തിലൂടെ ശരിയായ രീതിയിൽ പോകാനും റാഗി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇത്തരത്തിലുള്ള നാരുകളുടെ സാന്നിധ്യം കൊളസ്ട്രോളിന്റെ ആഗീരണത്തെ തടയാനും ക്യാൻസർ കോശങ്ങളെ പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. വിശപ്പിനെ ശമിപ്പിക്കുന്ന ട്രൈറ്റോഫാൻ എന്ന അമിനോ ആസിഡ് റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇന്ന് പലരിലും കണ്ടുവരുന്ന കാര്യമാണ് അമിതമായിട്ടുള്ള വിശപ്പ്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് റാഗി കഴിക്കുന്നത് നല്ലതാണ്. മുലപ്പാൽ വർദ്ധിപ്പിക്കും എന്നതിനാൽ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന സ്ത്രീകൾക്കും അമ്മമാർക്കും റാഗി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പൊ എല്ലാവരും റാഗി ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. റാഗി നമുക്ക് പുട്ടായിട്ടും ദോശയായിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുഖത്തെ ചുളിവുകൾ മാറ്റാനൊക്കെ റാഗി ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഫേസ് പാക്ക് ആയിട്ടൊക്കെ റാഗി ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഡയറ്റില് റാഗി ഉൾപ്പെടുത്തുക. റാഗി കഴിച്ചതിന് ശേഷമുള്ള വിലപ്പെട്ട അനുഭവങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളോട് അറിയിക്കുക. അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റാഗി എങ്ങനെയാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ മില്ലറ്റ് ഏതൊക്കെ രോഗങ്ങൾക്ക് ഏതൊക്കെ വിധത്തിൽ കഴിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.